എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കൂമയായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് എവിടേക്കോ ഫ്ലൈ ചെയ്ത് പോവാണ്. അതേസമയം ഇവിടെ സെന്റമറു അവൻ മരിച്ചു എന്ന് കരുതിയെങ്കിലും അവൻ ഇപ്പോഴും ജീവനുണ്ട്. ചുറ്റുമുള്ള നേവിക്കാരാണെങ്കിൽ ഇപ്പൊ സെന്റമറുവിനോട് പറയും, സത്യത്തിൽ നിങ്ങളെല്ലാവരും നേവിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരുന്നു. പക്ഷെ നീ ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പണിഷ്മെന്റ് നീ സ്വീകരിച്ചേ പറ്റൂ. ഡോക്ടർ വേഗോഫ് പങ്കിനെ ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ അതോറിറ്റി അവരിവിടുന്ന് എത്തുന്നത് വരെ നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ശിക്ഷാവിധി അത് തീരുമാനിക്കുക. ചെയ്യാണെങ്കിൽ തീർത്തു പറയും, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അതോറിറ്റി ഇവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഉള്ളിൽ ഡോക്ടർ വേഗോഫ് പങ്കും ലൂഫിയാൻ ടീമും അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. എത്രയും വേഗം നമ്മൾ ആക്ഷൻ എടുത്ത് അവരെ പിടിക്കണം. ഇതാ ഇവിടെ ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ആക്ച്വലി ഇത്രയും കാലവും ഞാൻ നേവിക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഡീപ്രസൻ സ്റ്റോൺ അതുപയോഗിച്ച് പുതുതായിട്ട് നാവിഗേഷൻസ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സൈബോർക്കുകൾ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് മാനിഫെസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നേവിക്കാർക്ക് എയർലോഡ്സിന് പകരം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെ സമ്മാനിച്ചു. എനിക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്തിട്ടുള്ള ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള എൻ്റെ അവസ്ഥ അതിപ്പോൾ എങ്ങനെയാണ്? ഒരു കാരണവശാലും ഇത് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ നേവിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. നിങ്ങൾ ഇവിടേക്ക് വന്നത് അത് വിധിയാണ്. എന്നെ സേവ് ചെയ്യാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കേട്ട് ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവോ, അപ്പോൾ ഞങ്ങളോടൊപ്പം സീരിയസ് ആയിട്ടുള്ള ഡോക്ടർ വേഗോഫ് പങ്ക് വരികയാണോ? ടാങ്കിക്കാണെങ്കിൽ അതിലേറെ സന്തോഷം. അവരാണെങ്കിൽ ഇപ്പോൾ വേഗോഫ് പങ്കിനെ അവരോടൊപ്പം വരാനായിട്ട് ക്ഷണിക്കുകയാണ്. സമയമാണെങ്കിൽ അല്പനേരം ആലോചിക്കും. നമ്മളിപ്പോൾ കപ്പലിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വലിയ ആപത്താണ്. പക്ഷെ റോബിൻ അവൾ തീർത്തു പറയും, യാത്ര ചെയ്യുകയല്ലാതെ നമ്മുടെ മുൻപിൽ മറ്റൊരു വഴിയില്ല. സോ തീർച്ചയായിട്ടും കപ്പലിലുള്ള യാത്ര തന്നെ നമുക്ക് തിരഞ്ഞെടുത്തേ പറ്റൂ. മറ്റൊരു ഭാഗത്ത് സയന്റിസ്റ്റുകളാണെങ്കിൽ അറ്റ്ലസിന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ ബാക്ക് ടു നോർമലാക്കി എടുക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ കൺട്രോൾ പോവും. ഡോക്ടർ വേഗോഫ് പങ്ക് അവനെവിടെ? തീർച്ചയായിട്ടും അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്ത് വില കൊടുത്തും കൊണ്ട് എൻ്റെ പപ്പയെ ഞാൻ ബാക്ക് ടു നോർമൽ ആക്കിപ്പിക്കും. അവനതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഈ പൈപ്പ് എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുമെന്ന് പറഞ്ഞ് ആണെങ്കിൽ വലിയൊരു പൈപ്പ് കയ്യിലെടുത്ത് ടെററായിട്ട് നടന്നു വരും. അതേസമയം ലൂഫി അവനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ലാബിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഹായ് ആയിട്ട് കടന്നു വരികയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സർഫ്യൂംസ് അവറ്റകളെല്ലാം തന്നെ നേവിയുടെ കൺട്രോളിലായി. അതിനർത്ഥം സെന്റമറു അവൻ കൊല്ലപ്പെട്ടു. ആണെങ്കിൽ മുകളിലേക്ക് നോക്കും, അവിടെ സെക്യൂരിറ്റി വേറെ ലെവലാണ്. ആ ഒരു റെഡ് ലൈൻ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ ബീം വന്നടിച്ച് അവരുടെ കാറ്റ് പോവും. എങ്ങനെ അവിടേക്ക് എത്തി ഡോക്ടർ വേഗോഫ് പങ്ക് ആളെ പിടിക്കുമെന്ന് അവരങ്ങനെ പരസ്പരം ചോദിക്കുകയാണ്. ലുച്ചിക്കാണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. ഞൊട്ടിയിടയിൽ അതിന് പറ്റിയൊരു പ്ലാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരോടും അത് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ട് നമുക്ക് നശിപ്പിക്കണം. അവർ രക്ഷപ്പെട്ടു പോകാൻ പ്ലാൻ ചെയ്യുന്നത് ആ കപ്പലിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള റോബോട്ടുകൾ, സയന്റിസ്റ്റുകൾ, അസിസ്റ്റൻസ്, ലൂഫിയാൻ ടീം, അങ്ങനെ എല്ലാവരെയും നമ്മൾ തകർത്തില്ലാതാക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇതാ മറ്റൊരു ഭാഗത്ത് ആ കൂമ അവനാണെങ്കിൽ ഇപ്പൊ റെഡ് ലൈൻ നോക്കി അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ആണെങ്കിൽ ആ റെഡ് ലൈൻ ആഞ്ഞടിച്ച് ചോര തുളുമ്പി താഴേക്ക് അടിച്ചു വീഴും. ചുറ്റുമുള്ള ജനങ്ങൾ അവനെ കണ്ട് ഷോക്കാവും. കാരണം ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യുദ്ധം ചെയ്താണ് അവിടുന്ന് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അവനിപ്പോൾ തനിയെ തിരികെ റെഡ് ലൈനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഒരു സ്ലേവ് ആണ് ഇവനെന്ന്. ഉമ്മയാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് ഇപ്പോൾ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ആ ഒരു വലിയ മാൻഷനിലേക്ക് നോക്കും. അവനിപ്പോഴും അവരുടെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത്തരത്തിലാണ് അവന്റെ ബോഡിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ബ്ലാക്ക് ഡ്രസ് ഇട്ട നേവി സോൾജേഴ്സ് അവരാണെങ്കിൽ അവിടെയുള്ള ഓരോരോ എൻട്രൻസിന്റെയും എക്സിറ്റിന്റെയും മുൻപിൽ തോക്ക് പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ലുച്ചി അവനാണെങ്കിൽ ആ മുകളിലത്തെ ലാബിലേക്ക് നോക്കും. അവർക്ക് എത്രയും വേഗം ആ ലാബിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഇവിടെ പ്രധാന ലക്ഷ്യമായിട്ടുള്ള സാക്ഷാൽ ഡോക്ടർ വേഗോഫ് പങ്ക് ആളെ പിടിക്കാനും ഇല്ലാതാക്കാൻ സാധിക്കൂ. അവർക്ക് ഇതുവരെ ഹയർ അതോറിറ്റിയിൽ നിന്ന് അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. കാരണം ഡോക്ടർ വേഗോഫ് പങ്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ലൂഫിയാണ്. ലൂഫി സാധാരണ ഒരു പൈറട്ടല്ല, മറിച്ച് ഇപ്പോ 4 എംപറേഴ്സിൽ ഒരാളാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഡോക്ടർ വേഗോഫ് പങ്ക് ആളാണെങ്കിൽ താഴെ നടക്കുന്ന കാര്യങ്ങളെല്ലാം CCTVയിലൂടെ കാണുകയാണ്. എല്ലാ ഭാഗത്തും കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. പുറത്തു പോവുക എന്നത് വളരെ റിസ്ക് ആണ്. അതിന് ആ ലിലിത്താണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അവർ ഓൾറെഡി അറ്റ്ലസിനെ അറ്റാക്ക് ചെയ്തു. ഒരു കാരണവശാലും അവരെ ഇനിയും നമ്മൾ പേടിച്ചിരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ പുറത്തേക്ക് പോയി അവരെ അറ്റാക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൾ അതിന് തയ്യാറെടുക്കും. ഉടനെ പിത്തോഗ്രസ് ആണെങ്കിൽ അവളെ തടയാണ്. ഇപ്പൊ നമ്മൾ അവിടേക്ക് പോയ വലിയ ആപത്താണ്. വന്നിരിക്കുന്നത് നേവിക്കാരാണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും,
അൺബിലീവബിൾ. നിന്നെപ്പോലെ ഇത്രയും പേടിത്തൊണ്ടനായ ആരെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഡോക്ടർ വേഗൂഫ് പങ്കിന്റെ അസിസ്റ്റൻസ് ആണ്. നമ്മുടെ പവർ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ ഡോക്ടർ ആണെങ്കിൽ അവളെ തടയും. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുക എന്നതല്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുക എന്നതാണ്. കാരണം വന്നിരിക്കുന്നത് കരുതും പോലെ വെറും ഒരു നേവി സോൾജിയേഴ്സ് അല്ല, CP0 ആണ്. നേവിയിൽ തന്നെ ഏറ്റവും പവർഫുള്ളും ബ്രെയിനും ഉള്ള CP0. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇതാണെങ്കിൽ ആരുടെയും വാക്കുകൾ കേൾക്കാതെ ഫൈറ്റ് ചെയ്യാൻ താഴേക്ക് പോകാൻ ഒരുങ്ങും. അതിന് ഷക്കയാണെങ്കിൽ അവളെ തടയും. നമ്മുടെ പ്രയോറിറ്റി ഡോക്ടർ വേഗൂഫ് പങ്കാണ്. അദ്ദേഹത്തെ സേഫ് ആക്കി ഒന്ന് പറഞ്ഞയച്ചതിന് ശേഷം നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ ഞാനും വരാം. അതിനു മുൻപ് അദ്ദേഹത്തെ സേഫ് ആക്കിയേ പറ്റൂ. നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കാരണം ഡോക്ടർ വേഗൂഫ് പങ്ക് സേഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മളെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ലൂഫിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. തിങ്കർ ആണെങ്കിൽ അവന്റെ നല്ലൊരു ഐഡിയ പറയും, പക്ഷെ അത് അധികം ആർക്കും ഇഷ്ടപ്പെടില്ല. അതേസമയം ഡോക്ടർ ഒരുപാട് വിഷമത്തോടു കൂടെ സെന്റമറുവെ തന്നെ നോക്കും. ആൾക്ക് വേണ്ടിയാണ് സെന്റമറു ഇത്രയും കാലം ജീവിച്ചത്. ആളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സെന്റമർ ശ്രമിച്ച് ഇപ്പോൾ അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് അവനെ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആൾ ഒരുപാട് വിഷമിക്കും. പിന്നെ ഡോക്ടർ ആണെങ്കിൽ ഇപ്പോൾ ആരെയോ കോൺടാക്ട് ചെയ്ത് അവനെ സേവ് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് തിങ്കർ ആണെങ്കിൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കും, പക്ഷെ അദ്ദേഹം അത് മൈൻഡ് ചെയ്യില്ല. മറ്റൊരു ഭാഗത്ത് ലിലിത്ത് അവളാണെങ്കിൽ ആ നേവി സോൾജിയേഴ്സിന്റെ കണ്ണു വെട്ടിച്ച് അവരുടെ ഷിപ്പ് അത് അവർക്ക് പോകാനുള്ള ആ ഒരു പോർട്ടിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് അത് ആരംഭിക്കും. ലിലിത്തിനെ കൊണ്ടാണെങ്കിൽ അവരുടെ കപ്പല് ആ പോർട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അതിന് പകരം നമ്മുടെ ആൾക്കാരുടെ കപ്പല് അവൾ അവിടേക്ക് എത്തിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ലിലിത്തും ഡോക്ടർ വേഗൂഫ് പങ്കും ഇപ്പൊ അവരുടെ കപ്പലിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് തയ്യാറാവുന്നത്. അത് കേൾക്കുമ്പോൾ ഫ്രാങ്കിക്കും ഒരുപാട് സന്തോഷം. പക്ഷെ നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവൾക്ക് കൺട്രോൾ പോയി അവൾ വീണ്ടും ആ പൈപ്പിൻ കഷ്ണമായിട്ട് ഡോക്ടറെ തല്ലിക്കൊല്ലാൻ ഓടി അടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവളുടെ കാൽ വീണ് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നീ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ ഇവിടുന്ന് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവളാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഇവിടുന്ന് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ പപ്പയോട് ചെയ്തതിന് ഞാൻ തീർച്ചയായിട്ടും റിവഞ്ച് ചെയ്യും. അവൾ അങ്ങനെ പറയുന്ന അതേ സമയം വീണ്ടും അവിടെ അലാറം മുഴങ്ങും. അവളാണെങ്കിൽ ഷോക്കായിട്ട് ഓരോ ഭാഗത്തേക്ക് നോക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി ഡോം അത് മുഴുവനായിട്ടും ഡീആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. 100% നിന്നത് ഇപ്പൊ 0% ആയിരിക്കുകയാണ്. ആരോ കാര്യമായിട്ട് അവരുടെ കൺട്രോൾ റൂമിൽ കയറി അത് ചെയ്തു. അവർ കൺട്രോൾ റൂമിലേക്ക് നോക്കും, പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല. ലുച്ചിക്കും ടീമിനും ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കക്കു ആണെങ്കിൽ ഇപ്പൊ ആ ലാബിലേക്ക് പോകാനായിട്ട് മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. കക്കു ആണെങ്കിൽ മുകളിലേക്ക് വന്ന് ചെക്ക് ചെയ്ത് ഇപ്പൊ ബാക്കിയുള്ളവർക്ക് സിഗ്നൽ കൊടുക്കും. ഇവിടെ കുഴപ്പമൊന്നുമില്ല, സിറ്റുവേഷൻസ് അത് നമുക്ക് ഫേവറബിൾ ആണ്. ആണെങ്കിൽ ഏകദേശം നമ്മുടെ ആൾക്കാരുടെ ഐഡിയ അത് പിടികിട്ടും, കാരണം ലൂഫിയാൻ ടീമിന്റെ കപ്പല് അതവിടെ കാണാനില്ല. ഇവിടെ ലുച്ചി അവനാണെങ്കിൽ ദൂരത്തായിട്ട് സ്ട്രോഹാരിന്റെ കപ്പല് അതങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുകയാണ്. അവരാണെങ്കിൽ ആ കപ്പലിലേക്ക് ഇപ്പൊ ലക്ഷ്യം വെക്കും. അതേസമയം കടലിലാണെങ്കിൽ കിസറു അടക്കം ഒരുപാട് നേവി ടീം അവര് ആ ഒരു ഐലാൻഡ് ലക്ഷ്യമാക്കി അവിടേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.